ഞാൻ വ്യക്തമായിട്ട് ആ റിവ്യൂവിനകത്ത് പറയുന്നുണ്ട്, എനിക്ക് പേഴ്സണലി വയലൻസ് ഉള്ള സിനിമകൾ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പടം ഇഷ്ടമായി. ആൻഡ് ഐ ആം ദ ഫസ്റ്റ് വൺ ടു സേ ഇതൊരു ബെഞ്ച് മാർക്കാണ്, ഇതൊരു ബെഞ്ച് മാർക്ക് സെറ്റർ ആണ് വയലൻസിന്റെ കാര്യത്തിൽ. ഇനി ഇത് കഴിഞ്ഞിട്ടേ വേറെ സിനിമകൾക്ക് ഇതൊരു ബെഞ്ച് മാർക്ക് ആക്കി എടുത്തിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ പോർഷൻസ് ഒക്കെ പീപ്പിൾ ആർ നെഗ്ലക്ടിങ്. അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കമന്റ് ബോക്സിനകത്ത് ഒരു 10 കമന്റ്സ് തുരുതുരാ വരികയാണ്, ഗ്രഡ്ജ് ആണ്, റിവെഞ്ച് ആണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ 10 സായി, 10 സായിയുടെ എനിക്ക് തോന്നുന്നു വീഡിയോയുടെ ലൈക്കിനേക്കാൾ കൂടുതൽ ആ കമന്റ്സിന് ലൈക്ക് നിങ്ങൾ ഉണ്ട്. ആ പ്രൊഫൈൽസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. മെജോറിറ്റി ഒരു 75-80% ആളുകൾക്കും നോ ഐഡന്റിറ്റി ആണ്. എനിക്ക് എന്റെ യൂട്യൂബ് തുടങ്ങിയ കാലം മുതൽ എനിക്ക് കമന്റ് ഇടുന്ന ആളുകളുടെ കൃത്യമായിട്ടുള്ള അക്കൗണ്ടുകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് എല്ലാ യൂട്യൂബേഴ്സിനും കിട്ടും. നമുക്ക് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ അറിയാം നമ്മളുടെ സ്ഥിരം കമന്റേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്. അങ്ങനെയുള്ള ആളുകളുടെ ഒന്നും കമന്റ്സ് ചെയ്യാൻ കാണുന്നില്ല അതിനകത്ത്. ദീസ് അൺനോൺ പ്രൊഫൈൽസ് ആർ കമ്മിങ് ഫ്രം സംവെയർ ആൻഡ് പുട്ടിംഗ് ദിസ് റബ്ബിഷ് കമന്റ്സ് ആൻഡ് ദേ ആർ ഗോയിങ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ എന്തിനാണ് ആ ഒരു പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് നിന്ന് കൊടുക്കേണ്ട ആവശ്യം? ഐ ഹാവ് സോ സായി കംപ്ലീറ്റ്ലി പറയുന്നത് ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് തന്നെയാണെന്നാണ് ഈ കോമന്റ്സ് ഇടുന്നവരുൾപ്പെടെ. ഡെഫിനറ്റ്ലി. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ ഇത്ര കോടി രൂപ മുടക്കി സിനിമ എടുത്ത് ഇത്രയും സക്സസ്ഫുൾ ആവാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ആക്ടർ, അയാൾക്ക് വില്ലനായിട്ട് പ്ലേസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ എന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ണിമുന്തിന് ഇതിനും വലിയൊരു അപമാനം വേറെ വല്ലതും ലഭിക്കാനുണ്ട്? ഞാൻ ഞാൻ ചോദിക്കുകയാണ്. കാരണം ആ സിനിമയിലുള്ള വില്ലനേക്കാൾ വില്ലൻ പരിവേഷമാണ് എനിക്ക് ഈ പറഞ്ഞ PR വർക്കേഴ്സ് തന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇല്ല, അത് കുറച്ചുകൂടി എരികേറ്റി വിടാൻ ഉള്ള ഒരു സംഭവം സായിയുടെ റിവ്യൂവിലും ഉണ്ടല്ലോ. എന്റെ റിവ്യൂവിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കേരളത്തിലെ ബാക്കി റിവ്യൂവേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അതിലെന്താ എരി കയറാഞ്ഞ്? അശ്വിൻ കോക്കിന്റെ റിവ്യൂ ആണെങ്കിലും ഉണ്ണി വ്ളോഗ്സിന്റെ റിവ്യൂ ആണെങ്കിലും ഷസാമിന്റെ റിവ്യൂ ആണെങ്കിലും റീസെന്റ് മറുനാടൻ ചെയ്ത വീഡിയോയിൽ അടക്കം ഞാൻ പറഞ്ഞ സെയിം പോയിന്റ്സ് ആണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് സീക്രട്ട് ഏജന്റ് ഉണ്ണി മുകുന്ദൻ എന്ന് വരുമ്പോൾ മാത്രം ആളുകൾക്ക് ഞാൻ പേഴ്സണൽ ജഡ്ജ് വെക്കുന്നു, ഞാൻ എരികേറ്റി വിടുന്നു എന്നുള്ള തോന്നൽ വരുന്നത്? അപ്പൊ ആരാണ് ആ തോന്നൽ ഉണ്ടാക്കി കൊടുക്കുന്നത്? എന്നെ അനാവശ്യമായിട്ട് എന്നെയും എന്റെ വീട്ടുകാരെയും വെച്ച് മീമുകൾ ഉണ്ടാക്കി, ട്രോളുകൾ ഉണ്ടാക്കി, എന്റെ പേരിൽ ഒരു ആവശ്യമില്ലാതെ അൺവാണ്ടഡ് ആയിട്ട് കുറെ മീം പേജുകൾ, സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന ഇവിടുത്തെ സിനിമ ഫണ്ടഡ് ആയിട്ടുള്ള പല മീം പേജുകളിലും ഈ ഈ ഒരു സാധനം ഒരേ പാറ്റേണിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നിങ്ങൾ എന്റെ കോണ്ടന്റ് എടുത്ത് നോക്ക്. ഞാൻ ഏത് കോണ്ടന്റ് ചെയ്താലും ദ ഫസ്റ്റ് 10-15 കമന്റ്സ് കംസ് ലൈക്ക് മാർക്കോ 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 മാർക്കോ. ഞാൻ ഇതൊക്കെ ഈ ഗെയിമൊക്കെ കണ്ടു വന്നാണ് ബ്രോ. ഞാനിതൊക്കെ കുറെ കണ്ടു വന്നതുകൊണ്ട് അതിനോ ഫണ്ട് കിട്ടുന്നത് വരെ ചെയ്യും, അത് കഴിഞ്ഞ് ഇട്ടിട്ട് പോകും. ദാറ്റ്സ് ഇറ്റ്. സോ അല്ല സായി, അപ്പോൾ സായി പറയുന്നത് ഇപ്പോൾ അശ്വൻ കോക്കിൻ്റെ ആയാലും ബാക്കിയുള്ളവരുടെ റിവ്യൂസ് പോലെ തന്നെ സെയിം പാറ്റേണിൽ തന്നെയാണ് സായി സംസാരിച്ചു എന്നുള്ളതാണോ? യെസ്. നിങ്ങൾക്ക് എടുത്തു നോക്കാലോ. എന്റെ റിവ്യൂവിൽ എവിടെയെങ്കിലും പടം മോശമാണ്, ഈ പടം കൊള്ളില്ല, ഈ പടം ഒന്നും ആവില്ല അല്ല, ഇപ്പോൾ ഞാൻ എവിടെയും ഒരു ഒറ്റ പറഞ്ഞിട്ടില്ല. ഉദാഹരണം പറയാം. ഞാൻ അതുമായിട്ട് ഡീകോഡ് ചെയ്ത് പോകുന്നില്ല. ഈ ഇമോഷണൽ സെന്റിമെന്റ്സിന്റെ കാര്യം, ഈ പാസം എന്ന് പറയുന്ന ഒരു സംഭവം, പാസം എന്ന് നമ്മൾ കളിയാക്കി പറയുന്നത് തന്നെയാണല്ലോ. ഇത് നമ്മൾ തമിഴ്നാട്ടിൽ പറയുന്ന വാക്കിന്റെ അതേ അർത്ഥത്തിലല്ലല്ലോ നമ്മളിവിടെ സംസാരിക്കുന്നത്. അത് വർക്കാവാത്ത രീതിയിൽ അത് സായി പറയുന്ന മിസ്ഇന്റർപ്രിട്ടേഷൻ ആണ്. അതങ്ങനെയല്ല ബാക്കിയുള്ള റിവ്യൂവേഴ്സ് പറയുന്നത്. ഇപ്പൊ അവർക്ക് അത് ഇമോഷണലി കണക്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനം. എനിക്ക് പേഴ്സണലി ഞാൻ പൈസ കൊടുത്ത് കണ്ട ഒരു പ്രൊഡക്റ്റിനകത്ത് എനിക്ക് ആ പാസം സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ആയില്ല. ദാറ്റ്സ് കംപ്ലീറ്റ്ലി യുവർ കോൾ. അതൊന്നും അല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് അതേ മോഡലാണ് ബാക്കിയുള്ള റിവ്യൂവേഴ്സ് പറഞ്ഞ പോലെ തന്നെയാണ് സായി പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എല്ലാവരും അവരുടെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു പോയിന്റ്, ഇമോഷണൽ സീൻസ് വർക്ക്ഔട്ട് ആവുന്നത് രേഷം കുറവായിരുന്നു എന്നുള്ളത്.